പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി മന്ത്രിസഭയിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിസഭാ പുനഃസംഘടന നടക്കുകയുണ്ടായി. 2 മന്ത്രിമാർ പോയതിനു ശേഷം അവരുടെ സ്ഥാനത്ത് പുതിയ 2 മന്ത്രിമാർ വന്നു. പോയത് അഹമ്മദ് ദേവർകോവിലും ശ്രീമാൻ ആൻ്റണി രാജുവുമായിരുന്നു. അഹമ്മദ് ദേവർകോവിൽ തുറമുഖ വകുപ്പ് മന്ത്രിയും ശ്രീമാൻ ആൻ്റണി രാജു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുമായിരുന്നു. അവർക്ക് പകരം NCPയിൽ നിന്ന് ഉള്ള കോൺഗ്രസ് എസിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, കടന്നപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയുടെ ഗ്രൂപ്പിൽ നിന്ന് ശ്രീമാൻ KB ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സ്വാഭാവികമായും അഹമ്മദ് ദേവർകോവിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകും എന്നും ആൻ്റണി രാജുവിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് ഗണേഷ് കുമാറിന് നൽകും എന്നുമായിരുന്നു പ്രതീക്ഷ. അതിൽ ആൻ്റണി രാജുവിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് ഗണേഷ് കുമാറിന് നൽകി. പക്ഷേ സിനിമാ വകുപ്പ് തനിക്ക് വേണം എന്ന ഗണേഷ് കുമാറിൻ്റെ ആവശ്യം നിരസിക്കപ്പെട്ടു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹമ്മദ് ദേവർകോവിൽ തുറമുഖ വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖ വകുപ്പ് നൽകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അഹമ്മദ് ദേവർകോവിൽ മാറി അവിടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകാൻ CPM തയ്യാറായില്ല. ആ തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്ന് എടുത്തു മാറ്റുകയും ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ പുരാവസ്തു രജിസ്ട്രേഷൻ പോലുള്ള ചില്ലറ വകുപ്പുകളുടെ ഒരു മന്ത്രിയായി, ഖജനാവിനൊരു ബാധ്യതയായി അദ്ദേഹം അങ്ങനെ തുടരുകയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്ന് CPM ഏറ്റെടുത്ത തുറമുഖ വകുപ്പ് CPM VN വാസവൻ എന്ന് പറയുന്ന CPMൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും നൽകിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്തുകൊണ്ടാണ് തുറമുഖ വകുപ്പ് പിണറായി വിജയൻ എടുത്ത് VN വാസവന് നൽകിയത് എന്നതിനെ കുറിച്ചിട്ടാണ്. കാരണം മറ്റ് പല മന്ത്രിമാർ ഉണ്ട്. അതിൽ പിണറായി വിജയനുമായിട്ട് വളരെ അടുപ്പമുള്ള മന്ത്രിമാർ വേറെയുണ്ട്. P രാജീവിനെ പോലുള്ളവരുണ്ട്, KN ബാലഗോപാലിനെ പോലുള്ളവരുണ്ട്, അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മരുമകൻ റിയാസുണ്ട്. അങ്ങനെ ഒരുപാട് പേര് മന്ത്രിമാരായിട്ട് വേറെ ഉണ്ട്. പക്ഷേ പിണറായി വിജയൻ അവരെ എല്ലാവരെയും തഴഞ്ഞിട്ട് കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്ന് CPM പിടിച്ചെടുത്ത തുറമുഖ വകുപ്പ് VN വാസവന് എന്തുകൊണ്ടു നൽകി? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ വകുപ്പ് മാറ്റം, ആ കടന്നപ്പള്ളി രാമചന്ദ്രൻ എടുത്ത വകുപ്പ് വാസവനിലേക്ക് കൊടുത്തത് ചില നിർണായകമായിട്ടുള്ള സൂചനകൾ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണണം. ആ സൂചനകളെന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കടുത്ത ഏകാധിപത്യ പ്രവണതകളാണ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വാസവൻ എന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ ആദ്യമായിട്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിയാവുന്ന ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. അതോ ഇനി ഒരു തവണ കോട്ടയത്ത് നിന്ന് ഒന്ന് ജയിച്ചിരുന്നോ എന്ന് സംശയം എനിക്കുണ്ട്. അല്ല, തോക്കുകയായിരുന്നാണ് എൻ്റെ ഓർമ്മ. ഏറ്റുമാനൂരിൽ അദ്ദേഹം ഇത്തവണ ജയിച്ച ഉടനെ തന്നെ മന്ത്രിയായി ഉടനെ തന്നെ അദ്ദേഹത്തിനെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തു. അത് പിണറായി വിജയൻ്റെ ഒരു വിശ്വസ്ത വിധേയൻ എന്നുള്ള നിലയിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തിട്ടുള്ളത്. പക്ഷേ വാസവന് ഈ തുറമുഖ വകുപ്പ് കൊടുത്തതിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ തൻ്റെ ഏകാധിപത്യ പ്രവണത ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. VN വാസവൻ അടുത്ത കാലത്തായി നടത്തിയിരുന്ന ചില പ്രസ്താവനകൾ നമ്മൾ ഓർക്കണം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട 2 പ്രസ്താവനകൾ VN വാസവൻ നടത്തുകയുണ്ടായി. അതിലൊരു പ്രസ്താവന എന്താ? കോട്ടയത്തെ തിരുനക്കര മൈതാനം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാദസ്പർശം ഏറ്റതുകൊണ്ട് അത് ഇനി നവകേരള സദസ്സ്, നവകേരള മണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരുനക്കര മൈതാനം അറിയപ്പെടും എന്ന് ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അതായത്
CPM എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഖ്യമന്ത്രിയുടെ പാദസ്പർശമേറ്റ മണ്ണാണ് കോട്ടയത്ത് തിരുനക്കരയിലെ മണ്ണ് എന്ന് VN വാസവൻ പറഞ്ഞു. അത് ഇപ്പോഴത്തെ ജീർണിച്ച CPMുമായി ബന്ധപ്പെട്ടിട്ടായതുകൊണ്ട് അതിലെ പുതുമയൊന്നും കണ്ടില്ലെങ്കിൽ പോലും നിരീശ്വരവാദത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അവരുടെ മുഖ്യമന്ത്രിയുടെ പാദസ്പർശത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ഒരല്പം ഞെട്ടി. എന്നാൽ VN വാസവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. VN വാസവൻ പിന്നീട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് കാഞ്ഞിരപ്പള്ളിയിലോ മറ്റോ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കാലം കാത്തുവെച്ച കർമ്മയോഗിയാണ് പിണറായി വിജയൻ. ഒരു പടി കൂടി കടന്നു, കാലം കാത്തുവെച്ച കർമ്മയോഗിയാണ് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അതിൻ്റെ പരിധി കൂടി കടന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്, ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. എന്നാലോചിച്ച് നോക്കണം, നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മന്ത്രിയും ആയിട്ടുള്ള VN വാസവൻ പച്ചപ്പരസ്യമായി പറയുകയാണ്, ദൈവം കേരളത്തിന് നൽകിയ വരദാനം. ആലോചിച്ച് നോക്കണം. അതായത് ദൈവവിശ്വാസത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരു പാർട്ടിയുടെ സീനിയർ നേതാവാണ് പറയുന്നത് ദൈവം കേരളത്തിന് നൽകിയ വരദാനം. സാധാരണഗതിയിൽ പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ പ്രസ്താവനയ്ക്ക് വേണമെങ്കിൽ VN വാസവന് ഒരു നടപടി പോലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ശാസനയെങ്കിലും ഒരു സെൻഷറിംഗ് എങ്കിലും VN വാസവന് കിട്ടേണ്ടതാണ് ഈ ദൈവം കേരളത്തിന് നൽകിയ വരദാനം എന്ന് പറയുമ്പോൾ. പക്ഷേ പഴയ പാർട്ടി അല്ലല്ലോ പുതിയ പാർട്ടി. പുതിയ പാർട്ടി നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. ആ പാർട്ടിയുടെ നേതാവ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ല, പിണറായി വിജയനാണല്ലോ. ആ പാർട്ടിയുടെ ഏകഛത്രാധിപതി പിണറായി വിജയനാണല്ലോ. ആ പിണറായി വിജയൻ പുതിയ നടപടിക്രമങ്ങളും ചിട്ടവട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ യൂത്ത് കോൺഗ്രസ് പിള്ളേരുടെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ട് ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ നവകേരള സദസ്സിൽ ഉടനീളം കരിങ്കൊടി കാണിക്കുകയും കടുത്ത തുണി ഉയർത്തുകയൊക്കെ ചെയ്യുന്നവരെ അടിച്ചു തകർക്കാൻ പോലീസ് ഉണ്ടായിട്ടും DYFI പിണറായി വിജയൻ രംഗത്തേക്ക് ഇറക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം പച്ചക്കൊടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ പാർട്ടി അല്ലല്ലോ പഴയ പാർട്ടി. പഴയ പാർട്ടിയിൽ VN വാസവൻ ഇതുപോലെ ദൈവം കേരളത്തിന് നൽകിയ വരദാനം എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കുമ്പോൾ അതിന് അച്ചടക്ക നടപടിക്ക് വിധേയനാവുകയാണ് ചെയ്യുന്നതെങ്കിൽ, പുതിയ പാർട്ടിയിൽ മുഖ്യമന്ത്രിയെ ദൈവം കേരളത്തിന് നൽകിയ വരദാനം എന്ന് പറയുമ്പോൾ ഒരു നിർണായക വകുപ്പ് കൂടി ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പുതിയ പാർട്ടിയും പഴയ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. പഴയ പാർട്ടിയിൽ കാലം കാത്തുവെച്ച കർമ്മയോഗിയൊന്നും ദൈവം കേരളത്തിന് നൽകിയ വരദാനമെന്നും പിണറായി വിജയൻ്റെ പാദസ്പർശനം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ പിണറായി വിജയൻ തന്നെ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെ അത് തള്ളിക്കളയും. ഇതൊന്നും CPMൽ കേട്ടുകേഴ്വിയുള്ള കാര്യമല്ല, ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളല്ല എന്ന് പറയും. എന്നാൽ പുതിയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ആ പ്രസ്താവനകളൊന്നും തള്ളിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അത് ആസ്വദിക്കുകയും ആസ്വദിച്ചതിന് പാരിതോഷികമായി VN വാസവന് ഒരു നിർണായകമായിട്ടുള്ള വകുപ്പ് കൂടി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് പഴയ പാർട്ടിയും പുതിയ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. സുഹൃത്തുക്കളെ, പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പല മേഖലകളിലും അദ്ദേഹം നരേന്ദ്രമോദിയെപ്പോലും പിന്തുള്ളുകയാണോ എന്നുള്ള സംശയമാണ് നമുക്ക് തോന്നുക. നമ്മൾ നരേന്ദ്രമോദിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പരിപൂർണമായിട്ടുള്ള ഏകാധിപത്യമല്ലേ BJP എന്ന് പറഞ്ഞ പാർട്ടിക്കകത്തുള്ളത്? പിണറായി വിജയൻ ഇവിടെ ഉള്ളതിനേക്കാൾ വലിയ ഏകാധിപത്യം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആളല്ലേ നരേന്ദ്രമോദി കേന്ദ്ര BJPയിൽ. സമ്പൂർണ്ണമായി ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ഒരു കരതലാമലകം പോലെ കൊണ്ടു നടക്കുകയല്ലേ കേന്ദ്ര BJPയെ. കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദിക്ക് എന്ത് വേണേലും ചെയ്യാനുള്ള അധികാരമില്ലേ? ഈ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് പവേഴ്സ് അല്ലേ നരേന്ദ്രമോദിക്കുള്ളത്? ആരെ വേണമെങ്കിലും മന്ത്രിയാക്കാം, ആരെ മന്ത്രിസ്ഥാനത്ത് എടുത്തു കളയാം, ആരെ വേണമെങ്കിലും മന്ത്രിയാക്കാം, വകുപ്പുകൾ ഏത് വേണമെങ്കിലും എടുത്തു കളയാം, വകുപ്പ് ഏത് വേണമെങ്കിലും പുറത്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യാനുള്ള അനിയന്ത്രിതമായ അവകാശാധികാരങ്ങളുള്ള ആളല്ലേ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നേതാവ്. പക്ഷേ ആ നേതാവ് പോലും ഇതുപോലൊരു കാര്യം ചെയ്യുമോ എന്ന് സംശയം ജനിപ്പിക്കത്തക്ക തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയാണ്, അധികാരപ്രമത്തതയാണ് പിണറായി വിജയൻ ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തന്നെ വാനോളം പുകഴ്ത്തിയ, താൻ ദൈവം കാലം കാത്തുവെച്ച കർമ്മയോഗിയാണെന്നും ദൈവം തന്ന വരദാനമാണെന്നും പിണറായി വിജയൻ്റെ പാദസ്പർശം എന്നും പറഞ്ഞ് പ്രസംഗിച്ച
VN വാസവന് പിന്നെ ഈ തുറമുഖ വകുപ്പ് കൊടുക്കുന്നതിലൂടെ പിണറായി കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തന്നെ സ്തുതിക്കുന്നവർക്ക്, തന്നെ കണ്ടാൽ സല്യൂട്ട് അടിക്കുന്നവർക്ക്, താൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവർക്ക് താൻ എന്തും കൊടുക്കും എന്നുള്ളതല്ലേ ഇതിലൂടെ പിണറായി കൊടുക്കുന്ന സന്ദേശം? കറ തീർന്ന ഏകാധിപത്യ പ്രവണതയല്ലേ പിണറായി വിജയൻ ഇതിലൂടെ കൊടുക്കുന്ന സന്ദേശം? അതുകൊണ്ട് കേരളം കണ്ട, ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയാണ് പിണറായി വിജയൻ എന്നാണ്. കേരളത്തിലെ CPM സൃഷ്ടിച്ച ഏറ്റവും വലിയ ഏകാധിപതി. ഒരുപക്ഷെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് നോക്കിയാലും കേരളം സൃഷ്ടിച്ച ഏറ്റവും വലിയ ഏകാധിപതിയാണ് പിണറായി വിജയൻ എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പം നടന്ന ഈ സംഭവം. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ ഇതുപോലൊരു ഏകാധിപതി ഇനി ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.